നാരദ മഹർഷി യമുനയുടെ തീരത്തിൽ കണ്ട ആ അതിശയം എന്തായിരുന്നു? നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ദേവർഷി നാരദ ഭഗവാൻ അവിടെ ഏതു തരത്തിലുള്ളൊരു കാഴ്ചയാണ് കണ്ടത് നോക്കാം. അതായത് അവിടെ അതീവ സുന്ദരിയായൊരു തരുണീരത്നം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സുന്ദരിയുടെ അടുക്കലായിട്ട് പടുവൃദ്ധന്മാരും അപ്രകാരം ജരയും നരയും ബാധിച്ചതുമായ രണ്ട് പുരുഷന്മാര് തളർന്ന് മോഹാലസ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ തളർന്നു കിടക്കുന്ന വൃദ്ധന്മാരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ആ സുന്ദരിയായ യുവതിയും അവിടെ ഇരിക്കുകയാണ്. ആ സുന്ദരിയായ സ്ത്രീകളെ വീശിക്കൊണ്ടും അപ്രകാരം ശുശ്രൂഷിച്ചുകൊണ്ടും അനേകം സ്ത്രീകള് അവിടെ ചുറ്റുപാടും വേറെയുമുണ്ട്. അപ്പോ നമ്മുടെ പരമകാരുണികനായിരുന്ന നാരദ മഹർഷി അനുമാനങ്ങളെ കൊണ്ട് ഊഹാപോഹങ്ങളെ കൊണ്ട് അവിടെ സംഭവിക്കുന്നതായിരിക്കുന്ന വിശേഷത്തെ അറിയുവാൻ കഴിഞ്ഞെങ്കിലും ഒന്നും അറിയാത്തവൻ എന്നതുപോലെ ഋഷി അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയ ശ്രീ നാരദ മഹർഷിയെ കണ്ടപ്പോ ആ സ്ത്രീ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് ഋഷിയുടെ പാദനമസ്കാരമൊക്കെ ചെയ്ത് തൊഴുതുകൊണ്ട് പറയുകയാണ്, അല്ലയോ ദേവർഷേ, സർവദുഃഖങ്ങളെയും അവിടുത്തെ ദർശനം കൊണ്ട് നശിപ്പിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ പുണ്യവും ഭാഗ്യവും ഉള്ളവർക്ക് മാത്രമേ അങ്ങയെപ്പോലുള്ള ദിവ്യദേഹങ്ങളുടെ ദർശന സായുജ്യ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അവിടുത്തെ ദിവ്യദർശനം കൊണ്ട് ഈ ഞാൻ ധന്യയും കൃതാർത്ഥയും ആയിരിക്കുകയാണ്. നോക്കൂ, അവിടുന്ന് വെറും 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ ധ്രുവനെ എന്താണ് സർവവിധ ക്ഷേമ ഐശ്വര്യങ്ങളും ലഭിക്കുവാൻ യോഗ്യമായ രീതിയിലുള്ളൊരു മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്ത് നശിക്കാത്ത ധ്രുവ പദവിയെ നൽകി അനുഗ്രഹിച്ചത് അവിടുന്നല്ലേ? അവിടുത്തെ കൃപ കൊണ്ടല്ലേ ധ്രുവൻ 5.5 വയസ്സിൽ തന്നെ ലോകത്തിന്റെ മഹാ ചക്രവർത്തിയായിട്ട് തന്നെ പരിണമിച്ചത്? അങ്ങനെയുള്ള അവിടുത്തെ അപാരമായ കാരുണ്യത്തിന്റെ മുൻപിൽ അടിയനിത നമസ്കരിക്കുന്നു. അങ്ങനെ
നമസ്കരിച്ച ആ അബലയെ സമാധാനിപ്പിച്ചുകൊണ്ട് ശ്രീ നാരദ മഹർഷി ചോദിച്ചു, ദേവന്മാരാലും ആരാധിക്കപ്പെടേണ്ടവളായിരിക്കുന്ന അല്ലയോ ഭവതി, ദേവി ആരാണ്? ദേവിയുടെ അടുക്കൽ പ്രജ്ഞ നശിച്ച് കിടക്കുന്ന ഈ വൃദ്ധർ ആരാണ്? ഭവതിയെ ശുശ്രൂഷിച്ചുകൊണ്ട് ചുറ്റുപാടും നിൽക്കുന്ന ഈ തരുണീരത്നങ്ങളെല്ലാം ആരാവും? അവരെല്ലാം എവിടത്തുകാരാണ്? ദേവിയുടെ മുഖത്ത് വളരെ വലിയ ദുഃഖത്തെ കാണുവാൻ സാധിക്കുന്നു. ഭവതിയുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണാവോ? ഇത്രയും കേട്ടപ്പോൾ വളരെ സമാധാനത്തോടു കൂടി ആ യുവതി മറുപടി പറയുവാൻ തുടങ്ങി. എൻ്റെ പേര് ഭക്തി എന്നാണ്. എൻ്റെ അടുക്കൽ ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടു പേരുണ്ടല്ലോ, ഇവര് സത്യത്തിൽ വൃദ്ധന്മാരൊന്നുമല്ല, യൗവനയുക്തരായ എൻ്റെ രണ്ട് മക്കളാണ്. ജ്ഞാനവും വൈരാഗ്യവും എന്നാണ് ഇവരുടെ നാമങ്ങൾ. ഇവിടെ ഞങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ കൂടെ കൂടിയിരിക്കുന്ന ഈ അങ്കനമാരെല്ലാം ഗംഗ, യമുന, സരസ്വതി മുതലായിരിക്കുന്ന തീർത്ഥങ്ങളാണ്. അല്ലയോ ദേവർഷേ, നോക്കൂ, ഈ കുറേ കാലമായി ജനങ്ങളെല്ലാം അധർമ്മതൽപരായി ഭജിച്ചിരിക്കാമെന്ന് തോന്നുന്നു. അധർമ്മത്തെ ആചരിച്ചു വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്നിലും എൻ്റെ മക്കളായിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളിലും ശ്രദ്ധ ഇല്ലാതായിരിക്കുന്നു. ആരുടെയും ശ്രദ്ധ ഇല്ലാതെ ആയതുകൊണ്ട് എൻ്റെ കുട്ടികൾ ഈ അകാലത്തിൽ തന്നെ ജരയും നരയും ബാധിച്ച് അവശന്മാരായിട്ട് തീർന്നിരിക്കുകയാണ്. അല്ലയോ ദേവർഷി, നിന്തിരുവടി ഇവർക്ക് യൗവനം കൊടുത്ത് രക്ഷിക്കണം. അവിടത്തേക്ക് മാത്രമേ അത് സാധിക്കൂ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഭക്തി ദേവി ശ്രീ നാരദ മഹർഷിയുടെ തൃപ്പാദങ്ങളിൽ പഞ്ചാംഗ നമസ്കാരത്തെ ചെയ്യുകയാണ്.
അപ്പോ ശ്രീ നാരദ മഹർഷി ഭക്തിദേവിയുടെ ആവശ്യപ്രകാരം ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തി അവർക്ക് ഊർജസ്വലതയെ പ്രദാനം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. അപ്പോ ദേവർഷി അവരെ പതുക്കെ ഉയർത്തി അവരുടെ ചെവിയിലേക്കായിക്കൊണ്ട് ദിവ്യങ്ങളായിരിക്കുന്ന വേദമന്ത്രങ്ങളെയും ഉപനിഷത്ത് വാക്യങ്ങളെയും ഒക്കെ ഉപദേശമായിട്ട് ഉപദേശ സ്വരൂപേണ ജപിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപനിഷത്ത് മന്ത്രങ്ങളെ കൊണ്ടും വേദമന്ത്രങ്ങളെ കൊണ്ടും ഹേ ജ്ഞാനമേ, ഹേ വൈരാഗ്യമേ, എഴുന്നേൽക്കുവിൻ എഴുന്നേൽക്കുവിൻ എന്നുള്ള രീതിയിൽ നാരദ മഹർഷി പരിശ്രമത്തെ ചെയ്തു. എന്നാലോ ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിച്ചിട്ടും ജ്ഞാനവൈരാഗ്യങ്ങള് എഴുന്നേൽക്കുകയോ ഇതിനേറെ കണ്ണു തുറന്ന് ഷാറോടുകൂടി ശുഭപ്രതീക്ഷയോടുകൂടി ഋഷിയെ ഒന്ന് നോക്കുകൂടി ചെയ്തില്ല. അപ്പൊ നാരദ മഹർഷി ഭഗവത്ഗീതയെ ഒന്ന് ജപിച്ചു നോക്കി. അതായത് ജപിച്ചു നോക്കി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നെല്ലാം തുടങ്ങിയിട്ട് ധ്രുവ നീതിർ മതിർ മമ എന്നുള്ള രീതിയിൽ ഗീതയിലെ ശ്ലോകങ്ങൾ അവസാനിക്കുന്നവരെയൊക്കെ ഒന്ന് ജപിച്ചു നോക്കി. അപ്പൊ ഈ ഗീതയുടെ ശബ്ദം കേട്ടപ്പോഴോ ജ്ഞാനവൈരാഗ്യങ്ങളെ പെട്ടെന്ന് കണ്ണു തുറന്ന് എഴുന്നേറ്റ് ഇരുന്നില്ല എന്നായി. അപ്പോഴേക്കെന്താണ് എന്ന് കൂട്ടുവായി വിട്ടുകൊണ്ട് അവിടെ തന്നെ ക്ഷീണിതരായിട്ട് കിടക്കുകയാണ് ചെയ്തത്. ഗീതയുടെ പ്രത്യേക മഹാത്മ്യത്തെ അധികാരി ജനങ്ങളെ ആത്മവീര്യവും ആത്മധൈര്യവും ആത്മഹർഷവും ഉള്ളവരാക്കി തീർക്കുവാനുള്ള ആ ഗീതയുടെ മഹത്വമാണ് പുരാണർഷി നമുക്കിവിടെ വരച്ച് കാണിച്ചു തരുന്നത് ഈ സന്ദർഭത്തിലൂടെ. ആ ഭഗവത്ഗീതയുടെ സമ്പൂർണമായിരിക്കുന്ന വ്യാഖ്യാനമായിട്ട് വേണം ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ കാണുവാൻ. ഭഗവത്ഗീത പോലും വിജയിക്കാത്തിടത്ത് പ്രയോഗിക്കുവാൻ പറ്റിയ ഒറ്റമൂലിയാണ് ശ്രീമദ് ഭാഗവതം എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ഒറ്റമൂലിയായിരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം അജ്ഞാനാന്ധകാരത്തിൽ ആഴ്ന്ന് അധർമ്മതൽപരരായിരിക്കുന്ന ജനതകളെ ധാർമ്മികമായിരിക്കുന്ന ബോധത്തിലേക്കും ജീവിതചര്യയിലേക്കും ഉയർത്തിവിടുവാൻ ശ്രീമദ് ഭാഗവതത്തിന്റെ ശരിയായ പ്രചരണം സഹായകമാകുന്ന രീതിയിൽ ഭാഗവതത്തിന്റെ മഹിമയെ, ഭാഗവതത്തിന്റെ ഗൗരവത്തെ, ഭാഗവതത്തിന്റെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാഗവതത്തെ പറയുമ്പോൾ തീർച്ചയായും അങ്ങനെ സംഭവിക്കും. ഇപ്പൊ നാരദ മഹർഷി വേദാന്താദി മന്ത്രങ്ങളെ കൊണ്ടെല്ലാം തനിക്കറിയാവുന്ന അടവുകളെല്ലാം പ്രയോഗിച്ചിട്ടും
ജ്ഞാനവൈരാഗ്യങ്ങൾ, പ്രജ്ഞ നശിച്ച ജ്ഞാനവൈരാഗ്യങ്ങളുടെ ആ പ്രജ്ഞയെ ഒന്ന് പ്രചോദിപ്പിക്കുവാൻ, ഒന്ന് ഉത്തേജിപ്പിക്കുവാൻ സാധിച്ചില്ല. ഇവിടെ വേദമന്ത്രങ്ങളെ കൊണ്ടുപോലും ഉണരാത്ത ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഏതൊന്നുകൊണ്ടാണ് ഞാൻ ഉണർത്തുക, ഞാൻ ഉയർത്തുക എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിങ്കൽ അവിടെ ഒരു അശരീരി മുഴങ്ങുകയാണ്. എന്തായിരുന്നു ആ സമയത്തെങ്കിൽ അവിടെ ഉണ്ടായ അശരീരി? ആ അശരീരി വാക്ക് ഇപ്രകാരമായിരുന്നു: അല്ലയോ നാരദ മഹർഷേ, അങ്ങയുടെ ഉദ്യമം സഫലമാക്കും. അങ്ങയുടെ ഉദ്യമം സഫലമാകണമെങ്കിൽ അങ്ങ് ഒരു സത്കർമ്മം ആചരിക്കേണ്ടതായിട്ടുണ്ട്, അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ആശ്ചര്യഭരിതനായിട്ട് നാരദ മഹർഷി, സദ്ധർമ്മമോ? ഇത്ര നേരം ഞാൻ പ്രയോഗിച്ചോട്ടും ആ പ്രയോഗത്തിലൊന്നുമില്ലാത്തൊരു സത്കർമ്മം ഇനിയും എന്താണ് എന്നുള്ള സംശയത്തിലെത്തിയപ്പോ ആ അശരീരി വീണ്ടും ശബ്ദിക്കുകയാണ്: യഥാർത്ഥ സത്കർമ്മം അത് എന്താണെന്ന് സജ്ജനങ്ങൾക്കറിയാം. സജ്ജനങ്ങളെ സന്ദർശിച്ച് യഥാർത്ഥ സദ്ധർമ്മത്തിന്റെ ആചാര അനുഷ്ഠാന രീതിയെ മനസ്സിലാക്കിയെ കൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളെയും ഭക്തിയെയും ഈ ലോകത്തിലേക്ക് അങ്ങ് ഉണർത്തിവിടണം. അതിനങ്ങേക്ക് സഫലമാകട്ടെ എന്ന് ആ അശരീരി അറിയിപ്പിക്കുകയാണ്. അപ്പോൾ നാരദന് വളരെ അധികം ആലോചിച്ചു നോക്കി, എന്തായിരിക്കും ഈ സദ്ധർമ്മം, എന്തായിരിക്കും ഈ സത്കർമ്മം? അശരീരിയിൽ പറഞ്ഞ പ്രകാരമുള്ളൊരു സത്കർമ്മം അതാർക്കറിയാമായിരിക്കും? ഭക്തിയോടും അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ളവരോടുമായിട്ട് നാരദ മഹർഷി പറഞ്ഞു: അല്ലയോ ദേവി, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ ഒന്ന് സഞ്ചരിച്ചു വരാം, ഞാൻ അന്വേഷിച്ചു നോക്കട്ടെ. എന്റെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് നമ്മുടെ അശരീരി അറിയിച്ചിരിക്കുന്നതായിരിക്കുന്ന രീതിയിലുള്ള യഥാർത്ഥ സത്കർമ്മം എന്താണെന്ന് ഞാൻ കണ്ടെത്തി തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ കൂടി ക്ഷമിച്ച് കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി വീണ്ടും മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങി. തനിക്ക് അഭിമുഖമായി എതിരെ വന്നുകൊണ്ടിരിക്കുന്നവരോടെല്ലാം നാരദ മഹർഷി ജിജ്ഞാസയോടുകൂടി ചോദിക്കുന്നുണ്ട്: യഥാർത്ഥ സത്കർമ്മം അത് എന്താണ് എന്ന്. ഈ ചോദ്യം കേൾക്കുമ്പോഴെല്ലാം കേൾക്കുന്നവർ അതിശയിച്ചു. നാരദ മഹർഷിക്ക് അറിയുവാൻ കഴിയാത്ത സത്കർമ്മമോ? നാരദ മഹർഷിക്ക് മനസ്സിലാകാത്ത സത്കർമ്മമോ?
അത് ഞങ്ങൾക്കെങ്ങനെ അറിയാം? ഞങ്ങൾക്കറിയുകയില്ല എന്ന് ആ അന്വേഷിച്ചവരിൽ നിന്നെല്ലാം അറിയുകയില്ല 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 എന്നുള്ള മറുപടിയാണ് നാരദർക്ക് കിട്ടിയത്. അപ്പോ എന്നാലും നാരദ മഹർഷി ഉത്സാഹശാലിയാണ്. ഉത്സാഹശാലികൾ ഒരു ഉദ്യമത്തിന് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ പരിപൂർണ ഫലം കണ്ടെത്തും വരെയും വിശ്രമത്തിന് തയ്യാറാവുകയില്ല. വിശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ നാരദ മഹർഷി പല ദിക്കിലൂടെ അലഞ്ഞു. ആ അലച്ചിലിന്റെ ഒടുവിൽ നാരദ മഹർഷി ബദരിക ആശ്രമത്തിങ്കൽ എത്തിച്ചേരുകയാണ്. അപ്പോഴോ ആ ബദരികാശ്രമത്തിങ്കൽ പൂർവനിശ്ചയ ഫലമായിട്ട് സനകാദി യോഗീശ്വരന്മാരും സന്നിഹിതരായിരുന്നു. സാധാരണ ആളുകൾ പറയും അത് പൂർവ്വനിശ്ചയമല്ല, യാദൃശ്ചികമാണ്. അപ്പോ സനകാദികളും നാരദരും അറിഞ്ഞിട്ടില്ല അവിടെ, അപ്പൊ അങ്ങനെ കണ്ടുമുട്ടും, അതുകൊണ്ടത് തികച്ചും യാദൃശ്ചികം എന്ന് പറയാം. എന്നാൽ വാസ്തവത്തിൽ ജ്ഞാനത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ എന്താണ്? അതെല്ലാം പൂർവ്വനിശ്ചയമാണ്. എന്ത് തന്നെ ആകട്ടെ, ആ സനകാദി ഋഷീശ്വരന്മാരെ കണ്ടപ്പോൾ നമ്മുടെ നാരദ മഹർഷി അവരെ നമസ്കരിക്കുന്നുണ്ട്. അവരോട് തൻ്റെതായിരിക്കുന്ന ആവശ്യം അറിയിപ്പിക്കുകയാണ്. പരോപകാരാർത്ഥമാണ് നാരദ മഹർഷി വിജ്ഞാനം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സനകാദി ഋഷീശ്വരന്മാര് സന്തോഷത്തോടുകൂടി നാരദ മഹർഷിയോട് പറഞ്ഞു, അല്ലയോ നാരദ മഹർഷി, ഭക്തിവിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് പൂർണ്ണത കിട്ടുവാൻ വേണ്ടിയിട്ട് അനേകം ഋഷികള് അനേകം മാർഗങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. ഋഷികൾ ഉപദേശിച്ചിരിക്കുന്ന ആ അനവധി മാർഗങ്ങളെല്ലാം തന്നെ വളരെ വളരെ കഠിനങ്ങളും പ്രയാസമായതുമാണ്. മാത്രമല്ല, കഠിന പ്രയത്നങ്ങളെ കൊണ്ട് നേടിയെടുത്താലും അത്തരം പ്രയത്നങ്ങളുടെ ഫലത്തിൽ നിന്നും കിട്ടുന്ന അനുഭവം വളരെ നൈമിഷികമാണ്, തുച്ഛമാണ്. നൈമിഷികവും തുച്ഛവുമല്ലാത്ത ആ വൈകുണ്ഠ പ്രാപ്തിക്ക് സഹായകമായിരിക്കുന്ന മാർഗം അത് പരമഗോപ്യമാണ്. വൈകുണ്ഠ പ്രാപ്തിക്കാവശ്യമായ നിർദ്ദേശം, ഉപദേശം നൽകുന്ന ഗുരുക്കന്മാരും വിരളമാണ്. ഗുരുക്കന്മാർ അനവധിയുണ്ട് സമൂഹത്തിൽ, മനുഷ്യരെ കുറുക്കുവാൻ വേണ്ടി. എന്നാൽ എല്ലാ കുരുക്കുകളിൽ നിന്നും മോചനം കൊടുക്കാവുന്ന ദിവ്യൌഷധജ്ഞാനാമൃതത്തെ പകരുവാൻ ആത്മാർത്ഥതയുള്ള സദ്ഗുരു വളരെ വളരെ ദുർലഭമായിരിക്കും. ഇനി നാരദ മഹർഷി ലോകത്തിന്റെ മംഗളത്തിനു വേണ്ടി
എന്താണ് ആ സദ്ധർമ്മം എന്നുള്ളത് അങ്ങയോട് ഞങ്ങൾ അറിയിപ്പിക്കാം. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെതായിരിക്കുന്ന ശ്രവണ മനന നിധിധ്യാസനങ്ങൾ സംസാര ദുഃഖത്തെ മോചിപ്പിക്കുന്നതും വൈകുണ്ഠപ്രാപ്തിയെ നൽകുന്നതുമാണ്. വൈകുണ്ഠപ്രാപ്തിയെ നൽകുന്ന ശ്രീമദ് ഭാഗവതത്തിന്റെ ശ്രവണം കൊണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ പൂർണ്ണത പ്രാപിക്കും. യാതൊരു തർക്കവുമില്ല. ഭാഗവതധ്വനിയാൽ സർവവിധ മാലിന്യങ്ങളും നശിക്കും. യാതൊരു തർക്കവുമില്ല. ഭാഗവതത്തിൽ നിന്ന് അനർഗളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗവതാമൃതം വേണ്ട രീതിയിൽ ശ്രവിച്ചാൽ അവിടെ എന്താണ് അന്ധക്കരണശുദ്ധിയും ആത്മജ്ഞാനവും സത്യമാണ്. അല്ലയോ നാരദ മഹർഷി, അങ്ങേക്കറിയുമോ വേദവിഭാഗങ്ങളെ വിഭജനം ചെയ്ത ശ്രീ ഭഗവാൻ വേദവ്യാസ മഹർഷിക്ക് കൂടി മനഃശാന്തി ലഭിക്കാതെ വിഷമിക്കുമ്പോൾ അങ്ങ് ഉപദേശിച്ചു കൊടുത്തതായിരിക്കുന്ന ആ ചതുശ്ലോകി ഭാഗവതത്തെ അങ്ങ് എന്തേ മറന്നുപോയി? അങ്ങയുടെ അച്ഛൻ ബ്രഹ്മദേവൻ അങ്ങേക്ക് ഉപദേശിച്ചു തന്നതല്ലേ ആ ചതുശ്ലോകി ഭാഗവതം? അങ്ങയുടെ അച്ഛനെ ഭഗവാൻ ആദിനാരായണൻ ഉപദേശിച്ചു കൊടുത്തതല്ലേ? അനാദിയായിരിക്കുന്ന ദേവർഷി ഗുരുപാരമ്പര്യത്തിലൂടെ ഭൂലോകത്തിലും പ്രചരിക്കപ്പെടേണ്ടിയിരിക്കുന്ന ആ ഭാഗവത മഹിമയുടെ അപാരമായ ആ ഗൗരവം എന്തേ അങ്ങ് വിസ്മരിച്ചു പോയി? ആ ഭാഗവത ഗ്രന്ഥത്തിന്റെ രചന കൊണ്ടല്ലേ വേദവ്യാസ മഹർഷിക്ക് പോലും വിശ്രാന്തി, നിർവാണം അനുഭവവേദ്യമായത്? ആ ഭാഗവതത്തിന്റെ ശ്രവണം കൊണ്ട് പാപകൊടികൾ ചെയ്തിരിക്കുന്ന, പ്രേതാവസ്ഥയിലെത്തിയിരിക്കുന്ന ജീവികൾ പോലും മുക്തന്മാരായി തീർന്നിട്ടില്ലേ? ഇതെല്ലാം അങ്ങ് എന്തേ മറന്നുപോയി? സനകാദി ഋഷീശ്വരന്മാര് പറഞ്ഞപ്പോഴാണ് ശ്രീ നാരദ മഹർഷിയും ഭാഗവതത്തിന്റെ അപാര മഹിമയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ആ സനകാദികള് നാരദരോടും കൂടിയിട്ട് ഹരിദ്വാരത്തിൽ ചെല്ലുകയാണ്. അവിടെ ഗംഗയുടെ തീരത്ത് വെച്ച് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തെ നടത്തുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ശ്രീമദ്
ഭാഗവതത്തെ സപ്താഹയജ്ഞ വിധികളോടുകൂടി സനകാദി ഋഷീശ്വരന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോഴോ ആ മഹത്കർമ്മത്തിന്റെ അപാരമഹിമയെ മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് ഭൃഗുമഹർഷി, വസിഷ്ഠ മഹർഷി, ഗൗതമ മഹർഷി മുതലായിരിക്കുന്ന എല്ലാ ഋഷീശ്വരന്മാരും അവരുടെ ശിഷ്യന്മാരോട് കൂടിയിട്ട് ലക്ഷക്കണക്കിനുള്ള ശിഷ്യപരമ്പരകള് അവിടെ സന്നിഹിതരാവുകയാണ്. വേദങ്ങള്, മന്ത്രങ്ങള്, ഉപനിഷത്തുക്കള്, പുരാണങ്ങള് എന്നിവയെല്ലാം അതതിൻ്റെ തനിമയോടുകൂടി അതാത് ദേവതാഭാവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവിടെ സാന്നിധ്യം ചെയ്തു. മാത്രമാണോ? അല്ല. ഗംഗാദി നദികളും പുഷ്കരാദി തീർത്ഥങ്ങളും കാശ്യാദി ക്ഷേത്രങ്ങളും ഹിമവതാദി പർവ്വതങ്ങളും ദണ്ഡകാരണ്യാദി വനങ്ങളും അവരുടേതായിരിക്കുന്ന യഥാർത്ഥ ഭാവത്തിൽ, സ്വരൂപത്തിൽ, അവരുടെ രൂപം ഉപേക്ഷിച്ച് നിജഭാവത്തിൽ അവിടെ എത്തുകയുണ്ടായി. മാത്രമാണോ? അല്ല. ദേവ, സിദ്ധ, ഗന്ധർവ, യക്ഷ, കിന്നര സാധ്യചാരണാദികളെല്ലാം ഭാഗവതാമൃതത്തെ പാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തുകൂടുകയുണ്ടായി. മുഖ്യ ശ്രോതാവായിട്ട് ശ്രീ നാരദ മഹർഷിയെ തന്നെ കൽപ്പിച്ചു. സനകാദികള് വക്താക്കളായി മാറി. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തെ സപ്താഹ യജ്ഞമായിട്ട് അവിടെ പാരായണം ചെയ്യുവാൻ ആരംഭിച്ചു. ശ്രീമദ് ഭാഗവതത്തിന്റെ സപ്താഹ ശ്രവണം കൊണ്ട് മാത്രം ഇഹത്തിലും പരത്തിലുമുള്ളതായ സകല ദുഃഖങ്ങളും നശിക്കുകയും എല്ലാ തരത്തിലുള്ള യോഗക്ഷേമ ഐശ്വര്യങ്ങൾ അനുഭവവേദ്യമാവുകയും ചെയ്യും. നോക്കൂ, ശ്രീമദ് ഭാഗവതത്തെ ശ്രവണം ചെയ്യുന്നത് വരേക്കു മാത്രമേ സംസാര ദുഃഖം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരികയുള്ളൂ. സംസാര ദുഃഖത്തിൽ നിന്നും പൂർണ്ണ വിമോചനം നേടിയെടുക്കുവാൻ നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചാൽ മാത്രം മതി. അനേക ശാസ്ത്രങ്ങൾ വേറെയുണ്ട്. അനേക രീതിയിൽ മറ്റിയും മറിച്ചും പറയുന്ന തെറ്റിദ്ധാരണകളും ആശങ്കകളും സംശയങ്ങളും ജനിപ്പിക്കുന്നതായിരിക്കുന്ന പുരാണശാസ്ത്ര
ഇതര ഗ്രന്ഥങ്ങൾ അനവധിയുണ്ട്. എന്നാൽ നിത്യാനന്ദ സ്വരൂപമായിരിക്കുന്ന മോക്ഷലാഭത്തിന്, പരമപുരുഷാർത്ഥത്തിന്റെ അനുഭവത്തിന് ശ്രീമദ് ഭാഗവതം തന്നെയാണ് അത്യുത്തമം. അത്യുത്തമമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ ആരാണോ ശ്രവിക്കുന്നത്, അവരുടെ അജ്ഞാനം നശിക്കുകയും അവരിൽ ജ്ഞാനം പ്രകാശിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരിൽ ജനിച്ച നിമിഷം മുതൽ മരണം വരെ പാപം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായാലും ശ്രീമദ് ഭാഗവതം കേൾക്കുവാൻ ഇടയായാൽ ആ ജീവന് സംസാരമോചനം ലഭിക്കും. യാതൊരു സംശയവും അതില്ല. യോഗം, ജ്ഞാനം, തപസ് തുടങ്ങിയ അനുഷ്ഠാനങ്ങളൊന്നും തന്നെ ഭാഗവതത്തിന് തുല്യമാകുകയില്ല. ശ്രീമദ് ഭാഗവതത്തിലെ 18,000 ഗ്രന്ഥങ്ങളും ശ്ലോകങ്ങളും 12 സ്കന്ധങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം ശ്രീ ശുഖ, ശ്രീ പരീക്ഷിത് സംവാദ രൂപത്തിലുള്ളതാണ്. ശ്രീമദ് ഭാഗവതം സപ്താഹമായിട്ട് കേൾക്കുന്നത് അതി ഉത്തമമായിരിക്കുന്ന വിഷയമാണ്, കാര്യമാണ്. ഇങ്ങനെ അവർണ്ണനീയമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ പറയുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ സദസ്സിൽ അതിശയകരമായ ഒരു സംഭവം കൂടി ഉണ്ടാവുകയാണ്. അതായത് അവിടെ ആരോഗ്യസമ്പന്നന്മാരായിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളായിരുന്ന സ്വപുത്രന്മാരെ കൊണ്ട് ഭക്തി ദേവി ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്ന് ആനന്ദത്തോടുകൂടി ഭഗവത് നാമത്തെ ആലപിച്ചുകൊണ്ടവിടെ ഊർജ്ജസ്വലരായിട്ട് പ്രകാശിച്ചു. ഇത് കണ്ടപ്പോഴോ ശ്രോതാക്കൾ, സന്നിഹിതരായിരുന്ന എല്ലാ സജ്ജനങ്ങളും ഭക്തജനങ്ങളും ആനന്ദ നിർവൃതരായി അതിശയത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഭക്തിദേവി വിനയത്തോടുകൂടി സനകാദി ഋഷീശ്വരന്മാരോട് ചോദിക്കുകയാണ്, അല്ലയോ ഋഷീശ്വരന്മാരെ, ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത്? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ഞങ്ങൾ 3 പേരും എവിടെ ഇരിക്കണം? അപ്പോ സനകാദികൾ പറയുകയാണ്, ഹമേ ദേവി ഭവതി
സ്വപുത്രന്മാരോടും കൂടി ഭക്തപദം ശ്രവണം ചെയ്യുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അപ്പോ ഇത് ശ്രമിച്ച മാത്രയിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഈശ്വര ഭക്തന്മാരുടേതായിരിക്കുന്ന ഹൃദയത്തിലെ സന്തോഷം പ്രവേശിക്കുകയും ചെയ്തു. നോക്കൂ, ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലാണോ ഭക്തി ഉണ്ടാകുന്നത്, ആ വ്യക്തി ആരായാലും മൂന്ന് ലോകങ്ങളിലും ധന്യ ജീവിതങ്ങളിൽ ധന്യമായിരിക്കുന്ന ജീവിതം ഭക്തരുടേതാണ്. ഭക്തിയുള്ളവരിൽ നിന്നും ഭഗവാൻ ഒരു കാലത്തും മാറി നിൽക്കുകയില്ല. നമ്മൾ കേട്ടുകഴിഞ്ഞു, സാധാരണക്കാരായ വിശ്വാസി ജനങ്ങൾ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് പറയുന്ന ആ പരമതത്വത്തെ തന്നെയാണ് ഹിരണ്യഗർഭോപാസകന്മാര് പരമാത്മാവെന്ന് പറയുന്നതും, പിന്നെയോ വേദാന്തികള് ബ്രഹ്മം എന്ന് പറയുന്നതും, ഋഷികള് ജ്ഞാനം എന്ന് പറയുന്നതും ആ ഏകമായ പരമതത്വത്തെ തന്നെയാണ്. അപ്പൊ സാധാരണ അസാധാരണ ഭേദകൽപ്പനകൾ ഒന്നുമില്ലാതെ യാതൊരുടെ ചിത്തത്തിൽ ഭക്തി പ്രകാശിക്കുന്നുവോ ഈശ്വരനിൽ, ഈശ്വരീയമായ മഹിമയിൽ, അപാരമായ ആ മഹിമയിൽ ആരുടെ ചിത്തം അന്തർമുഖമാകുന്നുവോ അത് തന്നെയാണ് ഈ ലോക ജീവിതത്തിലെ ധന്യമായ അനുഗ്രഹം. അങ്ങനെ അവിടെ ആ സപ്താഹ സദസ്സിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭക്തിവിജ്ഞാന വൈരാഗ്യങ്ങള് പ്രകാശിക്കുക കാരണം അവരുടെ എല്ലാവരുടെയും ചിത്തം പ്രസന്നമായിരിക്കുന്ന അവരുടെ ചിത്തത്തിൽ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് പുഞ്ചിരിയോടുകൂടി പ്രകാശിച്ചു.